ചെറുപ്പത്തിൽ അമ്മ ഉപേക്ഷിക്കുകയും അച്ഛൻ മരിക്കുകയും ചെയ്തോടെ തിയോ ഒറ്റപ്പെട്ട ജീവിതമാണ് നയിക്കുന്നത്. സുഹൃത്തുക്കളോ കുടുംബമോ ഇല്ലാത്ത അവനെ നാട്ടുകാർ മെന്റൽ എന്ന് വിളിച്ച് കളിയാക്കുന്നു. ഒരു അപകടത്തിനു ശേഷം ജോലി നഷ്ടപ്പെട്ട തിയോയ്ക്ക് അയപ്പ് ആംബുലൻസ് ഡ്രൈവറുടെ ജോലി നൽകുന്നു. അവിടെ നിന്ന് തിയോ മരിച്ചവരെ കാണാനും അവരോട് സംസാരിക്കാനും തുടങ്ങുന്നു. അവർ അവന്റെ ആത്മവിശ്വാസം കൂട്ടുകയും ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. തിയോയ്ക്ക് ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ അവർ ശ്രമിക്കുന്നതിനിടയിൽ ജീവിക്കാൻ വെറും 2 മാസം മാത്രം ബാക്കിയുള്ള ചാരുവിനെ തിയോ പരിചയപ്പെടുന്നു. പിന്നീട് ഇരുവരും പ്രണയത്തിലാകുന്നു. ഇതിനിടെ തന്റെ മകനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം പോലീസ് ജോലി വരെ നഷ്ടപ്പെടുകയും ഒരിക്കൽ ആത്മഹത്യ വരെ ശ്രമിക്കുകയും ചെയ്ത ആളാണ് അയപ്പ് എന്ന് തിയോ മനസ്സിലാക്കുന്നു. തിയോയ്ക്കും ചാരുവിനും ഉണ്ടായ അപകടം അറിഞ്ഞ് ആശുപത്രിയിലെത്തുന്ന അയപ്പ് അവിടെ വെച്ച് തന്റെ മകൻ ഒരു കുഞ്ഞ് ജനിച്ചതായി അറിയുന്നു. അതോടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ അയപ്പ് തിയോയെയും ചാരുവിനെയും സ്വന്തം മക്കളെപ്പോലെ സ്വീകരിക്കുന്നു. എന്നാൽ പിന്നീട് ചാരു മരിക്കുന്നു. അവളുടെ അവസാന ആഗ്രഹം പോലെ തിയോയുടെയും ചാരുവിന്റെയും വിവാഹം നടത്തപ്പെടുന്നു. അതിനുശേഷം തിയോ യഥാർത്ഥ മനുഷ്യരുമായി ഇടപഴകാനും പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാനും വേണ്ടി അവൻ കാണുന്ന മരിച്ചവരെല്ലാം അവന്റെ ജീവിതത്തിൽ നിന്ന് പോകുന്നു. അവസാനം തിയോ തന്റെ സ്വന്തം വീട്ടിൽ അയപ്പിനൊപ്പം ഒരു സാധാരണ സന്തോഷകരമായ ജീവിതം നയിക്കുന്നു.